അഗാധമായ ഭക്തിയോടെ ശിവരാത്രി വ്രതം നോക്കിയാൽ ഭഗവാൻ ശിവൻ പ്രത്യക്ഷ അനുഭവം തരുമെന്നത് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ് എൻ്റെ അനുഭവം കൊണ്ട്. ശിവരാത്രിയുടെ ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് തലേന്ന് ഒരിക്കൽ ആരംഭിക്കുന്ന അന്ന് രാവിലെ തന്നെ ശ്രീ പാർവതീദേവിയോട് കഠിനവ്രതങ്ങൾ അധികം എടുത്തിട്ടില്ലാത്ത ഞാൻ എൻ്റെ ശിവരാത്രി വ്രതം തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ വിധിപ്രകാരം പൂർത്തീകരിക്കാൻ അനുവാദവും അനുഗ്രഹവും വാങ്ങി തലേ ദിവസത്തെ ഒരു നേരം ആഹാരം മാത്രം ഭക്ഷിച്ച് ശിവരാത്രി നാൾ ജലപാനം പോലും ഇല്ലാതെ സന്ധ്യാനേരത്തെ ഒന്നാം യാമപൂജ തൊഴാനായി ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെത്തി. ഇടയ്ക്ക് കലാപരിപാടികൾ കണ്ട് ഉറക്കത്തെ ഓടിച്ചു. രാത്രി 11 ആയപ്പോഴേക്കും കൂടെയുള്ള ആൾക്ക് ചെറിയ തലകറക്കം തോന്നിയതിനാൽ ഒരു കരിമ്പിൻ ജ്യൂസ് വാങ്ങി കുടിക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങി. ഞാൻ കൂടി കുടിച്ചില്ലെങ്കിൽ അവർക്കും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ എങ്ങാനും അവർ തലകറങ്ങി വീണെങ്കിലോ എന്ന് പേടിച്ച് ഞാനും കരിമ്പിൻ ജ്യൂസ് കുടിച്ചു. പക്ഷേ കുടിച്ചു കഴിഞ്ഞപ്പോൾ വല്ലാത്ത കുറ്റബോധം കൊണ്ട് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. ഭഗവാനെ, ഞാൻ എൻ്റെ 2 മക്കൾക്കും വേണ്ടി നോക്കിയ വ്രതമാണ്. അത് അരശിവരാത്രി വ്രതമായി പോകുമോ, തെറ്റായിപ്പോയോ, എങ്ങനെ അതൊന്നറിയും? എൻ്റെ ചെറിയ ബുദ്ധിക്ക് മനസ്സിലാവുന്നത് പോലെ എന്തെങ്കിലും അനുഭവം എനിക്ക് തരണേ എന്ന് മനമുരുകി ഏറ്റുമാനൂരപ്പനോട് പ്രാർത്ഥിച്ചു. സങ്കടം കൊണ്ട് സത്യമായി ഞാൻ കരയുകയായിരുന്നു. കൂടെയുള്ളവർ കലാപരിപാടിയൊക്കെ കാണാനായി പിന്നെയും ഇരുന്നു. എനിക്ക് അവിടെ നിന്നിട്ടൊരു സമാധാനവുമില്ല. ഞാൻ വേഗം അകത്ത് കയറി ഭഗവാനെ തൊഴാമെന്ന് കരുതി തിരുനടയ്ക്ക് നേരെ ചെന്നപ്പോൾ അതാ പാലഭിഷേകം. ആ തിരക്കിനിടയിലും പാലഭിഷേകം മുഴുവൻ ഞാൻ കണ്ടു തൊഴുതു. ആരും എന്നോട് അവിടുന്ന് മാറാൻ പറഞ്ഞില്ല. അതോടെ എൻ്റെ മനസ്സിൻ്റെ സങ്കടമെല്ലാം മാറി. മനസ്സ് ശാന്തമായി. എനിക്ക് വല്ലാത്തൊരു സന്തോഷമായി. എൻ്റെ ആ സന്തോഷം എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുക എന്നെനിക്കറിയില്ല. അതെൻ്റെ മാത്രം സന്തോഷാനുഭൂതിയായിരുന്നു. തൊഴുത് പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഒരാൾ പറഞ്ഞു, ചുറ്റുവിളക്ക് കത്തിക്കാൻ തുടങ്ങുകയാണ്, എല്ലാവർക്കും പോയി വിളക്ക് കൊളുത്താമെന്ന്. കൂടെയുള്ളവരുടെ കാര്യമൊക്കെ ഞാൻ മറന്നുപോയി. ഒറ്റയോട്ടത്തിന് അവിടെ ചെന്ന് തിരി കത്തിക്കാൻ ചെന്നപ്പോൾ ഒരപ്പൂപ്പൻ ഒരു ചുവന്ന തിരി തന്നിട്ട് പറഞ്ഞു, മോളെ മുകളിൽ കയറി നിന്ന് കത്തിച്ചോ എന്ന്. ഓ, എൻ്റെ സന്തോഷം കാരണം ഓം നമ ശിവായ എന്ന് ഉച്ചത്തിൽ വിളിച്ച് തിരികൾ കൊളുത്തി. അതിനിടയിൽ ഒരാൾ താഴെ നിന്നതേ, അവിടെ ഒരു തിരി കൊളുത്താനുണ്ട് കേട്ടോ, അതുകൂടി കത്തിക്കൂ എന്ന് പറഞ്ഞ് തിരി കൊളുത്തിച്ചു. ആ 2 പേരിലും ഞാൻ ഭഗവാനെയാണ് കണ്ടത്. എൻ്റെ ഈ ചെറിയ അറിവിനും ബുദ്ധിക്കും മനസ്സിലാകാൻ പാകത്തിൽ ഭഗവാൻ വന്ന് പറഞ്ഞതായിരിക്കാമെന്നെനിക്ക് തോന്നി. പിന്നീട് എനിക്ക് 2 അനുഭവങ്ങൾ കൂടി ഉണ്ടായി. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാമേ.